ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിനിടയിൽ അവനെ കണ്ടുമുട്ടിയവർ യേശുവിനോട് അപേക്ഷിച്ച കാര്യങ്ങൾ വൈവിധ്യമാർന്നവയാണ്. അന്ധർ കാഴ്ചയും, കുഷ്ഠരോഗികൾ സൗഖ്യവും, സെബദിപുത്രന്മാർ അവൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അവസരവും, ജനക്കൂട്ടം നശ്വരമായ അപ്പവും, നേതാക്കൾ അടയാളവും, നല്ല കള്ളൻ പറുദീസയും, ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നുമെല്ലാം യേശുവിനോട് അപേക്ഷിച്ചു. എന്നാൽ ഗദറായരുടെ ദേശത്ത് യേശുവിനെ കണ്ടുമുട്ടിയവർ വളരെ വിചിത്രങ്ങളായ അപേക്ഷകളാണ് യേശുവിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചത്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്നും ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും പിശാച് ബാധിതരും, ഞങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് പട്ടണവാസികളും, ഞങ്ങളെ മനുഷ്യരിൽ നിന്നും പുറത്താക്കുന്ന പക്ഷം പന്നികളിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് പിശാചുക്കളും യേശുവിനോട് അപേക്ഷിച്ചു. പന്നിക്കൂട്ടിൽ ചെന്നുപെട്ട ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ തിരിച്ചെത്താനും, അഴിമതിയിലൂടെ നേടിയ സമ്പത്തിൻ്റെ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന സഖായി യേശുവിനെ ഒന്ന് കാണുവാനും, 12 വർഷമായി രക്തസ്രവം മൂലം ക്ലേശിച്ച സ്ത്രീ സൗഖ്യത്തിനായി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും തൊടുവാനുമെല്ലാം ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ പിശാചു ബാധിതർ മാത്രം സൗഖ്യം ആഗ്രഹിക്കാതിരുന്നത്? യേശുവിൻ്റെ സാന്നിധ്യം തങ്ങളിൽ വരുത്തുവാൻ പോകുന്ന മാറ്റത്തെ സാത്താൻ ഭയപ്പെടുന്നു. യേശു നൽകുന്ന പുതിയ ജീവിതത്തിന് പകരമായി അവരിലെ പഴയ പാപജീവിതം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ഭയവും അവരുടെ ഉള്ളിലെ സാത്താൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവർ ദൈവത്തിൽ നിന്നും അകലം പാലിക്കുന്നത്. ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തുന്ന പല ദുശീലങ്ങളിൽ നിന്നും മോചിതരാകുവാൻ നമ്മൾ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം ക്രിസ്തുവിലുള്ള ജീവിതം ആവശ്യപ്പെടുന്ന പുതിയ ആത്മീയ ശൈലികൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാണ്. റോമർ 8:38. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.